ഇതാണ് ട്ടോ ശരിക്കുള്ള അത്തിപ്പഴം. കഴിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് നമുക്ക് അവസരം കിട്ടിയത്. ഇതൊന്നും കൂടെ പഴുക്കാനുണ്ട്, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലായിട്ടുണ്ട് ട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അവരോട് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അത്തിപ്പഴം മാത്രമല്ല, നമ്മുടെ മരമുന്തിരിയും പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു, അതും ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. മരമുന്തിരിയുടെ ടേസ്റ്റ് എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നല്ല മധുരമാണ് ട്ടോ. പക്ഷെ അത്തിപ്പഴം അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ റോ ആയിട്ടുള്ളത് കഴിക്കാൻ പോകുന്നത്. നമ്മളല്ലാതെ ഷോപ്സിൽ നിന്നൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്, അതിനകത്ത് നമുക്ക് ഡ്രൈഡ് ഫിഗ് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ ആദ്യമായിട്ടാണ് പഴുത്ത ഒരു അത്തി നേരിട്ട് കഴിക്കുന്നത്. എനിക്ക് കിട്ടിയ ഫിഗ് ചെറുതായിട്ടൊന്ന് പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇത് ഇനിയും ഒരുപാട് പഴുക്കാനുണ്ട്, അപ്പോഴായിരിക്കും നല്ല മധുരം ഉണ്ടാവുക. ഇതിനിപ്പോൾ ഒരു നേരിയ മധുരമുള്ളൂ. പക്ഷേ ഫിഗ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ സമയം നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഉച്ചയ്ക്കൊക്കെ പൊരിഞ്ഞ വെയിലാണ്. അപ്പം ഞാൻ ആകെ ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിന്ന് ബാങ്കിലും അക്ഷയയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ചായ കൂടിയൊക്കെ ഇന്ന് പുറത്തുനിന്നായിരുന്നു. ഞാൻ നല്ല ബിസി സ്കെഡ്യൂളിലായതുകൊണ്ടാണ് ശരിക്കും വീഡിയോസിൻ്റെ എണ്ണമൊക്കെ കുറയുന്നത്. ഉടനെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.